വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷായിട്ടാണ്. ഒരു ഡിഷല്ല, 2 ഡിഷായിട്ടാണ്. അതായത് ചിക്കൻ ടിക്ക വെച്ചിട്ടുള്ള ഒരു പറാത്തയും അതുപോലെ തന്നെ ചിക്കൻ ടിക്ക സാൻഡ്വിച്ചും. കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും വളരെ എളുപ്പമാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് ടിഫിൻ ബോക്സ് ഐറ്റം ആയിട്ട് കൊണ്ടുപോകാൻ ഓഫീസിലേക്ക് കൊടുത്തുവിടാനും കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പൊ ചിക്കൻ ടിക്ക ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ പ്രൊസീജിയർ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം, അത് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിലും ഞാൻ ലിങ്ക് തരാം. അപ്പൊ അത് നോക്കി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ ടിക്ക പറാത്തയും അതുപോലെ തന്നെ ചിക്കൻ ടിക്ക ടോസ്റ്റും എങ്ങനെയാണ് തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചിക്കൻ ടിക്ക പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ ടിക്ക ടോസ്റ്റും എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ മീഡിയം പീസസ് ആയിട്ട് മുറിച്ചിട്ട് ചിക്കൻ ടിക്ക ആക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ടിക്ക എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാനത് കാണിച്ചു തരേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ടാണ് ആ പ്രൊസീജിയർ നിങ്ങൾക്ക് കാണിക്കാതിരുന്നത്. ആ ചിക്കൻ ടിക്കയുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ മേലെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് വേണ്ടി തന്നെ ഉണ്ടാക്കാം ചിക്കൻ ടിക്ക. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് ചിലപ്പോൾ ചിക്കൻ ടിക്കൊക്കെ കുറച്ച് ബാക്കി വരാറുണ്ട്. ചിലപ്പോൾ പിറ്റേ ദിവസം കഴിക്കാൻ ഒരു മൂഡ് വന്നൊന്നും വരില്ല. അങ്ങനെയൊക്കെ ബാക്കി വരുന്ന ചിക്കൻ ടിക്ക ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഇതിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചിക്കൻ ടിക്ക ആണെങ്കിലും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പൊറോട്ട മാത്രം ഉണ്ടാക്കണമെങ്കിൽ 10-12 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇത് വെച്ചിട്ട്. അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഇവിടെ ഫില്ലി കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു കഫേ ഉണ്ട്. അവിടുത്തെ മെനുവിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഷുകളിലൊന്നാണ് ഈ ചിക്കൻ ടിക്ക ടോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം. അത് ഭയങ്കര സൂപ്പറാണ്. എല്ലാത്തിന്റെയും ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് എന്ന് പറഞ്ഞ സെയിം ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ബൗളിലെ അതിൽ ഒരു 2-3 പ്രാവശ്യമായിട്ട് കുറച്ച് കഷ്ണങ്ങൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഓവറായിട്ട് അങ്ങ് അരച്ചെടുക്കാൻ പാടില്ല. അതേസമയം വലിയ പീസുകൾ ഉണ്ടാവാനും പാടില്ല. വലിയ പീസുകൾ ഉള്ളപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചപ്പാത്തി ഉള്ളിൽ വെച്ച് പരത്തുന്ന സമയത്ത് അങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു 4-5 കഷ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മൊത്തത്തിൽ എല്ലാം ക്രഷ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. കാരണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഞാനിവിടെ അധികം എരിവൊന്നും ഇടുന്നില്ല. അതേപോലെ സവാള വലിയ താല്പര്യമില്ല. അപ്പൊ കുട്ടികൾക്ക് ഒരു രീതി, വലിയ ആൾക്കാർക്ക് വേറെ രീതി എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ സാധനങ്ങൾ ആഡ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊന്ന് മോയ്സ്ചർ ആക്കാൻ വേണ്ടി കണ്ടിട്ട് ഞാൻ ചിക്കൻ ടിക്ക മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് തന്നെ ആ ചിക്കൻ ചേർക്കുന്നതിനേക്കാൾ മുൻപ് അതിൻ്റെ മാരിനേഷൻ കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചിക്കൻ ടിക്കയുടെ വീഡിയോയിൽ അതിൻ്റെ മാരിനേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി ഉണ്ടാക്കാം. അതല്ലെങ്കിൽ എൻ്റെ വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ ചേർക്കുന്നതിനേക്കാൾ മുന്നേ ഇതുപോലെ മാരിനേഷൻ കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ആഡ് ചെയ്യാൻ പറ്റും. കുറച്ചൊന്ന് ജ്യൂസി ആകാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഒഴിക്കരുത്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് തന്നെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് നല്ലോണം ചേർക്കുന്നുണ്ട്. നല്ലോണം പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിള്ളേർക്കും കുറച്ച് ഇട്ട് കൊടുക്കും. ഒരുപാടൊന്നും വേണ്ട. പിള്ളേർക്ക് പച്ചമുളക് ഇടുന്നേക്കാളും പരമായിട്ട് അതിൽ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്താലും മതിയാകും. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ നല്ല എരിവുള്ള പച്ചമുളക്, ആ എരിവിൻ്റെ ആ ഒരു വാസന മൂക്കിലോട്ട് അടിക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞതാണ്. ഒരു സവാളയുടെ പകുതി, ഒരു 1/2 സവാളയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട്. അപ്പോൾ സവാള കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ സവാളയും കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ചേർത്ത് കൊടുക്കുക. നമ്മുടെ മറ്റേതിലും ചേർത്ത് കൊടുക്കുക മല്ലിയില. ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ മാരിനേഷൻ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതിന് പകരമായിട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുത്താൽ മതി. തൈര് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് വന്നോളും. ചിലവർ എന്താ ചെയ്യുക, മയോണൈസ് ചേർക്കും, ചിലപ്പോൾ ചീസ് ചേർക്കും. ഞാൻ ചീസ് ചേർത്ത് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ ടേസ്റ്റിലോട്ട് ചീസ് വരുമ്പോൾ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചീസ് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ കൂടെ ചീസും കൂടെ കുറച്ച് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിൽ ഉപ്പിൻ്റെ കുറവുള്ള കാരണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ. ചിക്കൻ ടിക്ക ഉണ്ടാക്കിയപ്പോൾ ഉപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സിയിലൊന്ന് അടിച്ച് വന്നപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവ് പോലെ തോന്നി. പിന്നെ പുളിയെല്ലാം പെർഫെക്റ്റ് ആണ്. പുളി കുറവ് തോന്നുകയാണെങ്കിൽ അല്പം ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇതിൽ നല്ല പുളിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി എക്സ്ട്രാ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ ടിക്ക മിക്കതും ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പം എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് മോയിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചേർക്കണം. അപ്പോൾ തൈരാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ തൈര് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. മയോണൈസോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ
ചീസ് എന്താണെന്ന് വെച്ചാൽ ചേർക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി, നല്ല എരിവുണ്ട്, പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സംഭവം. ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പറാത്തയിലും ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം, സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ കുട്ടികളുടെയാണ്. ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. അമ്മമാർക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യം. ശരി, നനവുണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ടിക്ക മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എപ്പോഴാണ് താല്പര്യം ഇപ്പോൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ചിക്കൻ ടിക്ക നേരത്തെ ഉണ്ടാക്കി വെക്കുക. പൊറോട്ട എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഓഫീസിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു ഡിഷാണിത്, രണ്ടാണെങ്കിലും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഞാൻ പറാത്ത ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ പറാത്ത എൻ്റെ ഡോ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ വീണ്ടും വീണ്ടും കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ആട്ടയാണ്. 2 കപ്പ് ആട്ടയും 1 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ ഓയിലും അല്പം ഉപ്പുമാണ്. ഞാൻ എങ്ങനെയാണ് ചപ്പാത്തി മാവ് കുഴയ്ക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വെള്ളത്തിലോട്ടാണ് പൊടി ഇടുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ അതുപോലെ ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ ചപ്പാത്തി മാവ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. പറാത്ത ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് 2 പറാത്ത ഉണ്ടാക്കി കാണിച്ചു തരാം. ഒരു അത്യാവശ്യം വലിയ ഉരുളകളായിട്ട് ഉരുട്ടി മാറ്റി വെക്കാം. അപ്പോൾ ഒരു ഉരുള നമുക്ക് എടുക്കാം. ബാക്കിയുള്ള മാവ് അടച്ചു വെക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഉരുള എന്ത് ചെയ്യണം, ആട്ടയിലോട്ടൊന്ന് മുക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ആട്ട ഒന്ന് തൂക്കി കൊടുക്കുക. അതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉരുള ഒന്ന് പരത്തി കൊടുക്കുക. ഓക്കെ, ഇനി അതിലോട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ ഫില്ലിങ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരാം. ഒരു മണി ബാഗ് പോലെ കൊണ്ടുവന്നിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഇത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. എക്സസ് ആയിട്ടുള്ള മാവ് നമ്മൾക്ക് ആ ചപ്പാത്തി മാവിൻ്റെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തിരിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാതും ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടയായിട്ട് ഉരുട്ടി ഉള്ളിൽ ഫില്ല് ചെയ്തതിന് ശേഷം വെക്കുകയാണെങ്കിൽ ആദ്യം വെച്ചത് നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ 2 എണ്ണം ഞാനിതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫില്ല് ചെയ്തത് പരത്തിയെടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് സമയം കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. കുറച്ചും കൂടെ മാവ് തടവി കൊടുക്കുക. എന്നിട്ട് പതുക്കെ അതിനെ പരത്തിയെടുക്കുക കേട്ടോ. നമ്മുടെ ആട്ട ഒരുപാട് കട്ടിയിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ സാധനം പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് പോലെ ഇരിക്കണമെന്ന് പ്രത്യേകിച്ച് പറയുന്നത്. ഒട്ടും തന്നെ പൊട്ടിപ്പോവില്ല. വട്ടമൊന്നും നോക്കണ്ട കേട്ടോ, അത്ര വലിയ ഷേപ്പൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പറാത്ത ഒരു മീഡിയം സൈസ് പറാത്തയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഇതുപോലെ തന്നെ പരത്ത. ഇത് പിള്ളേരുടെയാണ് കേട്ടോ. എപ്പോഴും ഈ ബാക്ക് സൈഡില്ലേ, ബാക്ക് സൈഡിൽ നമ്മൾ മാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിലോട്ട് വരുന്ന പോലെ തന്നെ വെച്ചോളൂ കേട്ടോ. ഒരുപാട് ബലം പ്രയോഗിക്കരുത് ഇത് പരത്തുമ്പോൾ. ഇത് ഒരിക്കലും പൊട്ടിപ്പോവില്ല. പൊട്ടിപ്പോകുന്ന വെച്ചാൽ ലാസ്റ്റ് ഇച്ചിരിയൊക്കെ ഒന്ന് പുറത്തേക്ക് കാണുന്ന കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അല്ലാതെ ബാക്കി ആലപ്പുറത്ത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം പറ്റണ പോലെ ഒന്നും പറ്റില്ല. കാരണം ഇതിലോട്ട് അധികം നനവൊന്നുമില്ല. പക്ഷെ അത്യാവശ്യം മോയിസ്റ്റും ആണ് താനും. സൂപ്പർ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഹോൾ മീലാണിത്. അങ്ങനെ ഞാനിവിടെ 10 പറാത്തയും പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് സാൻഡ്വിച്ചും കൂടെ റെഡിയാക്കിയതിന് ശേഷം പറാത്ത ചൂടാട്ടോ. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. വൈറ്റ് ബ്രെഡോ ബ്രൗൺ ബ്രെഡോ മൾട്ടിഗ്രെയിൻ ബ്രെഡോ എന്താണെങ്കിലും. അതുപോലെ തന്നെ ഇതിൽ ബാക്കിയുള്ള ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടെ നമ്മുടെ ചിക്കൻ ടിക്കയുടെ മിക്സ് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തൈര് ചേർക്കാൻ കുറച്ചും കൂടെ മോയിസ്റ്റ് ആവണം. കാരണം ഇത് ഒരു എന്താ പറയുക, പരട്ടാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡിൽ നിന്ന് താഴോട്ട് ഉരുണ്ടു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു നനവ് ഇതിൽ വേണം. അതുകൊണ്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ഈ മിക്സ് ചേർക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ തൈര് ചേർത്താലും മതിയാവും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയോണൈസോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. എന്നാലേ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒട്ടി പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അതേസമയം ഇത്രയും വെറ്റായിട്ട് നമ്മൾ പറാത്തയിലേക്ക് ചെയ്യുകയാണെങ്കിൽ പറാത്ത പൊട്ടിപ്പോകും. നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറാത്ത മിക്സിൽ ഇത്ര വെറ്റാവാൻ പാടില്ല. അതേസമയം നമ്മുടെ സാൻഡ്വിച്ച് എപ്പോഴും ഇതുപോലെ ആയിരിക്കണം കേട്ടോ. ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വരുന്ന ഈ മിക്സ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ടോസ്റ്റ് ചെയ്തിട്ടും ഉണ്ടാക്കാം, ടോസ്റ്റ് ചെയ്യാതെ ഉണ്ടാക്കാം. പക്ഷേ ടോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന നല്ല ക്രിസ്പി ആയിരിക്കുന്ന ആ ഒരു സാൻഡ്വിച്ചാണ് അടിപൊളിയായിട്ടുള്ളത് കേട്ടോ, ഫ്രഷിനേക്കാളും. എന്നിട്ട് വേറൊരു വെച്ച് കൊടുക്കുക. നമ്മുടെ പാനിൽ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അടുത്തതും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി
പറാത്ത ഉണ്ടാക്കാൻ തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് ഒരു തവ അടുപ്പത്ത് വെക്കുക. മീഡിയം ചൂടായിരിക്കുന്ന സമയത്ത് അതിലോട്ട് ഓരോ പറാത്ത ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം. മീഡിയം ചൂടായിട്ടുണ്ട് നമ്മുടെ തവ. പറാത്ത ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിടുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു ഗോൾഡ് കളറ് ബബിൾസ് പോലെ വന്നിട്ടുണ്ടാവും. ഇനി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ചിട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള വെണ്ണയോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചിടാം. കളറ് ചെറിയ ഗോൾഡ് കളർ സ്പോട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ബട്ടറാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യോ ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കണം കേട്ടോ, എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ആ ഒരു നല്ലൊരു ഫ്ലേവർ വരണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യണം. എന്നിട്ട് തിരിച്ചിടുക. ഈ സൈഡിലും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. പൊന്തി വന്നതുണ്ടോ പറാത്ത? പൊട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലെ അങ്ങ് പൊന്തി വരും. ചെറുതായി പൊട്ടിയിട്ടുണ്ടെങ്കിൽ പൊന്തി വരില്ല. നമ്മൾ ലാസ്റ്റത്തെ പൊറോട്ടയാണ്, അത് 10ാമത്തെ പൊറോട്ടയാണ്. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ തവ ചെറിയ ചൂടിൽ വെക്കുക. മീഡിയം വേണ്ട കേട്ടോ, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് നേരം താഴത്തെ ഭാഗം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തിരിച്ചിടുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മൊരിയില്ല, കരിയാണ് ചെയ്യുക, മൊരിഞ്ഞ് വരില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ച് വെക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ഗോൾഡ് കളർ ആവുന്ന വരെ മുറിച്ചെടുക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡും റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലേ, ഗോൾഡ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. ഇതുപോലെ തന്നെ എത്ര സാൻഡ്വിച്ച് ഉണ്ടോ അത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 10 പറാത്തയും 4 സാൻഡ്വിച്ചുമാണ് നമുക്ക് 1/2 കിലോ ചിക്കൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. സാൻഡ്വിച്ച് മുറിച്ചാലോ? നമ്മുടെ സാൻഡ്വിച്ച് സൂപ്പർ സാൻഡ്വിച്ചാണിത്. അതുപോലെ തന്നെ പറാത്ത, പറാത്തയും റെഡി. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഈ 2 ഐറ്റംസും 2 ഐറ്റംസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഐറ്റംസ് ആണോ അത് ഉണ്ടാക്കി നോക്കുക. പറാട്ടയുടെ ഉള്ളുവശം ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട് പരത്തണമെങ്കിൽ തിക്കായിട്ട് പരത്താം. ഇത്ര തിന്നാക്കണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. അപ്പോൾ ഇതുപോലെ ഉള്ളിലിങ്ങനെ നമുക്കിങ്ങനെ ലെയർ ചെയ്തെടുക്കാൻ പറ്റും, പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇത് എരിവ് കുറഞ്ഞിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം. അതാണ് നമ്മുടെ സാൻഡ്വിച്ച് സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ക്രിസ്മസ് മാർക്കറ്റ്, ക്രിസ്മസ് ട്രീ, അവിടെ മുഴുവൻ നമ്മുടെ സാന്റാക്ലോസിൻ്റെ അടുത്ത് ഇതെടുക്കാൻ വന്നേക്കുന്ന കുട്ടികളുണ്ട്, ഫോട്ടോ എടുക്കാൻ. ഇങ്ങനെ നടന്ന് നോക്കി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കിട്ടുമോ നോക്കിയിട്ട് പതുക്കെ സ്ഥലം കഴിക്കാം. എന്നെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടല്ലോ, ഇരുട്ടായതുകൊണ്ടായിരിക്കും. ആരുടെ വീഡിയോ? വല്ലവരുടെയും വീഡിയോ എടുക്കാൻ പറ്റില്ല.